ഡാനി പോളിലേക്ക്. ഹൈക്കോടതിയിൽ ഡാനി പോൾ വീണ്ടും ചേരുന്നുണ്ട്. ഡാനി, ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പ് സ്വീകരിച്ചിരിക്കുന്നു. നടപടികൾ അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ ടോം, നടപടികൾ അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ നിരുപാധിക മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിൽ കോടതിയുടേതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് മാധ്യമ പടവൊന്നു ചുറ്റിയപ്പോൾ സംഭവിച്ചു പോയതാണ് അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് എന്നതാണ് ഇദ്ദേഹം കോടതിയോട് ഇതിന്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ റിലീസിംഗ് ഉത്തരവ് അഭിഭാഷകനെ ലഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. മെട്രോയുടെ പണി നടക്കുന്നതിനാൽ ഇന്നലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നതായി ബോധിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്നലെ എത്താനായിട്ട് വൈകിപ്പോയത്. സംഭവിച്ച കാര്യങ്ങളിൽ സങ്കടമുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിക്കുന്നു. കോടതിയെ അപമാനിക്കുന്നതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ നടപടിയെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പ്രസ്താവനകൾക്കിടെ നീതിന്യായ വ്യവസ്ഥയോട് ബോബി ചെമ്മണ്ണൂർ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനിടയിലുള്ള കോടതിയുടെ ഒരു പരാമർശം ജയിലിന് പുറത്തേക്ക് വന്നത് ഒളിമ്പിക് സ്വർണ്ണ മെഡൽ കിട്ടിയതുപോലെയാണ് എന്നതാണ് ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ നിരുപാധികമായ മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നതും ബോബി ചെമ്മണ്ണൂരിന് ഒരു പരിധിവരെ ആശ്വാസകരമാകും. ഇന്നലെ ഉണ്ടായ നാടകീയ സംഭവങ്ങൾ അത് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ നടപടിയോടുകൂടി അവസാനിക്കുകയാണ് എന്നതാണ് ടോം അവിടെ നിന്ന് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇത്തരം ബോബി ചെമ്മണ്ണൂരിന്റെ പ്രസ്താവനകൾക്ക് അത് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് കനത്ത വില നൽകേണ്ടി വന്നിരിക്കുന്നു. ഹൈക്കോടതിക്ക് മുന്നിൽ നിരുപാധികമായി ഇത്തരം നാടകീയതയ്ക്ക് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ്. ഹൈക്കോടതിയോട് അതിന്റെ 2 ഘട്ടങ്ങളിലായി കേസ് പരിഗണിക്കുമ്പോൾ നിശിതമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇപ്പോൾ 3ാം വട്ടം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ബോബി ചെമ്മണ്ണൂർ ബോധിപ്പിക്കുന്നത് നിരുപാധിക മാപ്പപേക്ഷയാണ്. മാത്രവുമല്ല, ഈ രീതിയിൽ വാ തുറക്കരുതെന്ന് തങ്ങൾ കർശനമായി പറഞ്ഞിട്ടുണ്ട് എന്നതടക്കം ഹൈക്കോടതിയിൽ അഭിഭാഷകൻ ബോധിപ്പിക്കുകയുണ്ടായി. ഇത് നീതിന്യായ വ്യവസ്ഥയോടുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ വെല്ലുവിളി തന്നെയായിരുന്നുവെന്നാണ് കോടതിയുടെ ഗുരുതരമായ നിരീക്ഷണം. എന്തായാലും ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞിരിക്കുന്നു, നിരുപാധികമായി ഹൈക്കോടതിയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ടോം. തീർച്ചയായും ബോബി ചെമ്മണ്ണൂർ കോടതിക്ക് മുൻപാകെ മാപ്പ് ചോദിച്ചിരിക്കുന്നു. അതേ തുടർന്ന് കോടതി മാപ്പ് അനുവദിച്ചിരിക്കുന്നു. ഡാനി, ഇത് 2ാമത്തെ തവണ. നേരത്തെ ഈ അശ്ലീല പരാമർശം, നടി ഹണി റോസിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി അന്ന് താക്കീത് നൽകിയതാണ്. ഇതുപോലുള്ള അശ്ലീല പരാമർശങ്ങൾ ഇനി അനുവദിക്കാൻ പാടില്ല, ഇനി ആവർത്തിക്കരുതെന്ന് പറയുന്നു. ഇപ്പോൾ പിന്നീട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് കോടതിയിൽ തങ്ങുന്നു. പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുള്ള പരാമർശങ്ങൾ വരുന്നു. തുടർച്ചയായി 2 തവണ കോടതിയുടെ താക്കീത് ഉണ്ടാകുന്നു. നിലവിൽ ഈ മാപ്പ് അനുവദിച്ചുകൊണ്ട് കോടതി എന്താണ് പരാമർശിച്ചിരിക്കുന്നത്? ഈ രീതിയിലുള്ള ഏതെങ്കിലും താക്കീത്, കടുത്ത പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ടോമി, 2 ഘട്ടങ്ങളിലും കോടതി നടത്തിയത് കടുത്ത പരാമർശങ്ങൾ തന്നെയാണ്. രാവിലെ 2 വട്ടം കേസ് പരിഗണിക്കുമ്പോഴും കോടതി നിശിതമായ രീതിയിൽ തന്നെയാണ് വിമർശിച്ചത്. അതിൽ കൂടുതൽ ഇനി വിമർശിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോടതിയെ തന്നെ, നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു ഇദ്ദേഹം സ്വീകരിച്ചിരുന്നത് എന്നത് അടക്കം. എന്തായാലും ഒരു സ്വന്തം കാര്യം നോക്കൂ എന്ന രീതിയിൽ തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഈ നീതിന്യായ വ്യവസ്ഥയെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ ഇടപെടലൊന്നും വേണ്ട എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജയിലിനകത്തെ കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങൾ നോക്കാൻ ജുഡീഷ്യറിക്ക് അതിൻ്റെതായ സംവിധാനങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിൽ ബോബി ചെമ്മണ്ണൂർ എന്നൊരാൾ ഇടപെടേണ്ടതില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. അതുമാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നു എന്നത്, സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നേരത്തെ അത്തരം കർശനമായ കഠിനമായ യാതൊരു വ്യവസ്ഥകളും അതിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത്തരം ഉപാധികൾ കൂടി ഹൈക്കോടതിയിൽ നിന്ന് ഈ ആദ്യഘട്ടത്തിൽ തന്നെ കേസ് പരിഗണിച്ചപ്പോൾ വന്നിരിക്കുന്നു. കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ആ കാര്യത്തിലേക്ക് കടന്നുപോയത്. ഏതായാലും നിരുപാധികമായ മാപ്പപേക്ഷ എഴുതി നൽകിയിരിക്കുന്നു എന്നതാണ്. സംഭവിച്ച കാര്യങ്ങളിൽ ദുഃഖമുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ നിരുപാധികമായി മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്നലെ ഈ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടുമ്പോഴെല്ലാം തന്നെയും വലിയ രീതിയിൽ വിജയിച്ചിരിക്കുന്ന പോലെ തന്നെയായിരുന്നു അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ അത് അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ നമുക്കൊപ്പം നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി ചേരുന്നത്. ഏതായാലും കോടതിയോട് നിരുപാധിക മാപ്പ് പറഞ്ഞിരിക്കുന്നു.
ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു നാടകീയ സംഭവങ്ങൾക്ക് ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന വിശദാംശങ്ങൾ? ഞാൻ ഇന്ന് 3 ഘട്ടങ്ങളിലായിട്ടാണ് കേസിൻ്റെ നടപടിക്രമങ്ങൾ നടന്നത്. രാവിലെ 10:45 കോടതി കയറുമ്പോൾ ഇന്നലെ ഉത്തരവിട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പ്രതിഭാഗം അഭിഭാഷകരോട് ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ നൽകിയ ജാമ്യ ഉത്തരവ് എന്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തില്ല, ഇന്നലെ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന ചോദ്യമാണ് ചോദിച്ചത്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിമർശനങ്ങൾ ഉയർന്നു. ജയിലിലുള്ള തടവുകാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ്, അത് ജുഡീഷ്യറി നോക്കിക്കോളാം, ജുഡീഷ്യറി പണി ബിസിനസ്സുകാരൻ ചെയ്യേണ്ട എന്നുള്ള കടുത്ത ഭാഷയുള്ള വിമർശനമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉണ്ടായത്. അതിനുശേഷം 12 മണിക്ക് ഈ വിവരം അറിയിക്കാൻ പറഞ്ഞു. അപ്പോൾ 2 ചോദ്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. ഒന്ന്, എന്തുകൊണ്ട് ഇന്നലെ ബെയിൽ എക്സിക്യൂട്ട് ചെയ്തില്ല? മറ്റൊന്ന്, ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത്? ഈ 2 കാര്യം മാത്രം അറിയിക്കാനാണ് ആവശ്യപ്പെട്ടത്. ഇത് രാമപിള്ള പോലുള്ള മുതിർന്ന അഭിഭാഷകനോട് പോലും കാണിക്കുന്ന അവഹേളനമാണ് എന്ന വിലയിരുത്തലും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് 1:45 കോടതി വീണ്ടും കയറുമ്പോൾ ഇക്കാര്യത്തിൽ വിവരം അറിയിക്കാൻ പറഞ്ഞു. അതല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും ഹൈക്കോടതിയോട് കളിക്കേണ്ട എന്നും നാടകം കളിച്ച് മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കേണ്ട എന്നും ഉള്ള ശക്തമായ താക്കീതുണ്ടായി. 1:45 ഈ കേസ് പരിഗണിച്ചപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരായ ജിയോ പോളാണ് കോടതിയിൽ ഹാജരായി നിരുപാധികം മാപ്പ് പറയുന്നതായി ജിയോ പോൾ അറിയിച്ചു. ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് പറയുന്നു. സ്ലിപ്പ് ഓഫ് ടങ്കാണ് സംഭവിച്ചത് എന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു. ഈ ഘട്ടത്തിൽ മിസ്റ്റേക്ക് പറ്റിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാപ്പ് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യാവസ്ഥ അനുവദിക്കുകയാണ് ചെയ്തത്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുണ്ടായില്ല. അപ്പോൾ ഒന്നുകൂടി നിലപാട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുപ്പിക്കുകയായിരുന്നു. കോടതി വളരെ ശക്തമായ ഭാഷയിലാണ് ജുഡീഷ്യറിക്ക് കളിയാക്കുന്ന തരത്തിൽ ജുഡീഷ്യറിയോട് പരിഹാസ രൂപേണ പൗരന്മാർ പെരുമാറുന്നതിനെതിരായിട്ടുള്ള ഒരു നടപടിയാണ് പ്രധാനമായിട്ടുണ്ടായത്. ഈ കേസിൽ പ്രധാനമായി സംഭവിച്ച 2 കാര്യം എന്ന് പറയുന്നത്, സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ വേണ്ട ജാഗ്രത സംബന്ധിച്ച് സമൂഹത്തിന് ശക്തമായ ഒരു മെസ്സേജ് നൽകുക, ഒപ്പം തന്നെ ഭരണഘടനയുടെ 3ാം തൂണായിട്ടുള്ള ജുഡീഷ്യറിയുടെ ഉള്ള ബഹുമാനം, ജുഡീഷ്യറിയുടെ കാണിക്കേണ്ട ബഹുമാനം സംബന്ധിച്ചും ഉള്ള വളരെ വ്യക്തമായ 2 സന്ദേശമാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ കടുത്ത നടപടിയിലൂടെ നടത്തിയത്. ഏതായാലും നിരുപാധികം ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞിരിക്കുന്നു, ആ മാപ്പ് അംഗീകരിച്ചിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജാമ്യ വ്യവസ്ഥയിൽ 2-3 ഉപാധികളുണ്ടായിരുന്നു. അത് പ്രധാനമായും 50,000 രൂപയുടെ 2 ആൾജാമ്യം, ഒപ്പം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടാൽ ഏത് സമയത്തും ഹാജരാകണം, അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നീ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്ന വ്യവസ്ഥ ഇദ്ദേഹം വിദേശത്തടക്കം നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യവസ്ഥ ഒഴിവാക്കിയത്. ഏതായാലും ഇന്ന് രാവിലെ ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് പറഞ്ഞു ആ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഇദ്ദേഹത്തിന് നിരവധി ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ടല്ലോ എന്നത് വളരെ പ്രധാനപ്പെട്ടത്. ഏറ്റവും അവസാനം ഈ കേസ് അവസാനിപ്പിക്കുമ്പോൾ ഇനി ഇത്തരത്തിൽ വാ തുറക്കരുത് എന്ന് ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ ജിയോ പോൾ പറഞ്ഞു. അത് കേട്ടതോടുകൂടി ജഡ്ജി ഉൾപ്പെടെ കൂട്ടച്ചിരിയായിരുന്നു കോടതിയിൽ സംഭവിച്ചത്.